ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മ ഇന്ന് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ മോഷൻ ആൻഡ് ഫോഴ്സ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോ ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെഫറൻസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, എന്താണ് റെഫറൻസ് ഒബ്ജക്റ്റ് അറിയോ? അപ്പൊ അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ടായിരിക്കും അടുത്ത ഒബ്ജക്റ്റ് മോഷൻ ആണോ റെസ്റ്റിലാണോ എന്ന് പറയാം. ഇപ്പൊ തൽക്കാലം ആദ്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബസ്സിൽ പിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാന്ന് വിചാരിക്കുക. നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? നമ്മൾ മൂവ് ചെയ്യണ പോലെ തോന്നും അല്ലെ? പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണ പോലെ തോന്നും. പക്ഷെ നമ്മൾ ബസ്സിലോട്ട് അല്ലെങ്കിൽ ബസ്സിന്റെ അടിയിലോട്ട് ആ താഴത്തെ ഫ്ലോറിലോട്ടാണ് നോക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ റെസ്റ്റ് ഇരിക്കണ പോലെ തോന്നും അല്ലെ? അപ്പൊ അതാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. എന്താണ്? വേറൊരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ടാണ് എന്ന് പറയാ നമ്മ മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാം. ഇപ്പൊ നമ്മ ബസ്സിൽ ഇരിക്കുകയാണ്, പുറത്ത് ഗ്രൗണ്ടിലോട്ട് നോക്കിയിട്ടാണ് നമ്മ എന്ത് തീരുമാനിക്കുക? നമ്മ മോഷനിലാണ് തീരുമാനിക്കുക. നമ്മൾ ഓൾറെഡി മൂവ് ചെയ്തിട്ടിരിക്കുകയാണ് ബസ്സിൽ ആണല്ലോ. പക്ഷെ ബസ്സിനെ വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ബസ്സിന്റെ ഫ്ലോർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ് അല്ലെ? നമുക്ക് ബസ്സിന്റെ ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണ പോലെ തോന്നൂല. പക്ഷെ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമ്മൾ മൂവ് ചെയ്യണ പോലെ തോന്നും. അതാണ് എന്ത്? റെഫറൻസ് ഒബ്ജക്റ്റ്. കാരണം ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തിട്ടാണ് വേറൊരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാം. അതിന് നമ്മൾ എന്ന് പറയാ റെഫറൻസ് ഒബ്ജക്റ്റ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ് പറയാ? ദ ഒബ്ജക്ട് ടേക്കൺ ടു ഡിറ്റർമൈൻ, അതായത് ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട് എന്തിനാണ്? ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് വേറൊരു ബോഡിയുടെ. ഓക്കെ, ഒരാശയം പറയാം. ദ ഒബ്ജക്ട് ടേക്കൺ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് റെഫറൻസ് ഒബ്ജക്റ്റ്. ഒരു ബോഡിയുടെ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് പറയും? റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരാശയം വേണമെങ്കിൽ പറയാം, ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബസ്സിൽ ബസ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നാ? പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണ പോലെ തോന്നും, അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാത്ത പോലെ തോന്നും. അതാണ് റെഫറൻസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ്. എല്ലാവർക്കും അറിയാം ദൂരം. എന്താണ് ദൂരം? ഒന്നുമില്ല, നമ്മൾ ട്രാവൽ ചെയ്ത ദൂരം, അതായത് ആ പാത്തിന്റെ നീളത്തിന് നമ്മൾ എന്താ പറയാ? ദൂരം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നിങ്ങൾ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. അതിന് എന്തെന്ന് പറയാ? ദൂരം. ഇപ്പൊ 10 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 10 കിലോമീറ്റർ. ഓക്കെ, നിങ്ങൾ എന്തോരം ദൂരം ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ നടന്ന വഴിയുടെ നീളം എത്രയാണോ അതാണ് ദൂരം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത്, അതായത് നിങ്ങൾ സഞ്ചരിച്ച പാത്തിന്റെ ലെങ്തിനാണ് എന്ന് പറയാ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിന്റെ നീളത്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് പഠിച്ചു വെച്ചോ, ആവശ്യമായ ഒരു മീറ്റർ. ഓഡോമീറ്റർ ആണ് എന്തിനു ഉപയോഗിക്കുക? ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത് ഒരു മാർക്കിന് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഓഡോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് എന്താന്ന് കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇവിടെ നിന്ന് ഇവിടെ ഒരു കുട്ടി ട്രാവൽ ചെയ്തു, ഇവിടുത്തെ നീളം ഇത്രയാണ്, അങ്ങനെയാണ് ഇവിടുത്തെ ദൂരം എത്രയായിരിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കറക്റ്റ് ലെങ്ത് എടുത്ത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് സ്പീഡ്. അപ്പോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു യൂണിറ്റ് ടൈമില് എന്തോരം ദൂരം ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തോ അതിന് നമ്മൾ എന്ന് പറയാ? സ്പീഡ് എന്ന് പറയാം. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ടൈമില്, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കേട്ടോ. അപ്പൊ 1 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് എന്തോരം ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ എന്ന് പറയാ? സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാല് 1 സെക്കൻഡ്. അപ്പൊ 1 സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് എന്തോരം ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ എന്ന് പറയും? സ്പീഡ് എന്ന് പറയും. സ്പീഡിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പഠിച്ചു വെച്ചോളൂ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡോമീറ്റർ ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? സ്പീഡ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഡിവൈസുകളുടെ പേര് എടുത്ത് പഠിച്ചോ, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോന്നിന്റെ പേരും എടുത്ത് പഠിക്കാൻ മറക്കരുത്. അതെന്തായാലും എക്സാമിന് വരും. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ്? ബസ് എ ട്രാവൽഡ് 75 meter in 5 seconds. Okay, ബസ് എ
എന്ന് പറഞ്ഞ ബസ് എത്ര ദൂരം ട്രാവൽ ചെയ്തു? 75 മീറ്റർ ട്രാവൽ ചെയ്തു 5 സെക്കൻഡില്. ഓക്കെ, ഇനി അടുത്തത് ബസ് ബി ട്രാവൽഡ് 112 മീറ്റർ ഇൻ 7 സെക്കൻഡ്. വിച്ച് ബസ് വാസ് ഫാസ്റ്റർ? ഏത് ബസ്സാണ് ഫാസ്റ്റർ? അതായത് നമുക്ക് രണ്ടിന്റെ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ഏതാണ് കൂടുതൽ നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. ബസ് എ എന്ന് പറയുമ്പോൾ ബസ് എയുടെ സ്പീഡ് എന്താണ്? സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ബസ് എയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 75 ടൈം 5. അപ്പൊ അത് നോക്കുമ്പോൾ 75 ബൈ ഏഴാണ് കണ്ടുപിടിക്കുന്നത്. 75 ബൈ 5 എത്ര വരും? ഒന്ന് ഹരിച്ചു നോക്കാം. ഹരിക്കാനായിട്ട് 75 ഡയറക്റ്റ്. ഓക്കെ, 5 പ്രാവശ്യം, ബാക്കി 2 25-ല് 5 പ്രാവശ്യം. ഓക്കെ, 15 പ്രാവശ്യം കേട്ടോ. അപ്പൊ സ്പീഡ് എത്രയാണ്? 15. യൂണിറ്റ് അറിയാം നിങ്ങൾക്ക്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എയുടെ 15 ആണ്. ഇനി ബിയുടെ നോക്കാം. ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് എത്രയാ? 112 ബൈ 7. ബാക്കി 4 ഉണ്ട്, 42. 42-ല് 6 പ്രാവശ്യം 42 എത്ര വരും? 16. അപ്പോ ഏത് ബസ്സിനായാലും സ്പീഡ് കൂടുതൽ? ഒരു ബസ്സിന്റെ സ്പീഡ് 15 ആണ്, ഒരു ബസ്സിന്റെ സ്പീഡ് 16 ആണ്. ഇതിൽ ഏത് ബസ്സിനായിരിക്കും സ്പീഡ് കൂടുതൽ? ബസ് ബി ട്ടാ. അപ്പോ ബസ് ബിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കാം. യൂണിഫോം സ്പീഡ്. ഓക്കെ, യൂണിഫോം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്കൂളിലത്തെ യൂണിഫോം ഒക്കെ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ഒരേ യൂണിഫോം, അതായത് ഒരേ ഡ്രസ്സാണ്. അതാണ് യൂണിഫോം എന്ന് പറയാം. സെയിം ആയിരിക്കും. ഓക്കെ, അതായത് യൂണിഫോമിന്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം ആയിരിക്കും. അതിന്റെ അർത്ഥം യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാല് സെയിം സ്പീഡ്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു വണ്ടി ട്രാവൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരേ സ്പീഡ് 10 എന്ന് പറയുന്ന സ്പീഡിൽ ഇത് മൊത്തം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? യൂണിഫോം സ്പീഡ്. ഓക്കെ, അപ്പോ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളാ. എന്താണ്? തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്പീഡിൽ പോണേന് എന്താ പറയാ? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ. യൂണിഫോം സ്പീഡിന് മാറ്റം വന്നു കഴിഞ്ഞാൽ യൂണിഫോം സ്പീഡ് അല്ല, നോൺ യൂണിഫോം സ്പീഡാണ്. സ്പീഡിന് മാറ്റം വന്നില്ലെങ്കിൽ അതിനെ എന്താ പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയും. സിമ്പിൾ ആണ്. ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്ട് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഇറ്റ് ഈസ് ഇൻ യൂണിഫോം സ്പീഡ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അതിന് ഈ ഡെഫിനിഷൻ വഴി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 10 മീറ്റർ ആണെന്ന് വിചാരിക്കട്ടാ. ഇവിടെ വരെ 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പോ ഇവർ രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസ് ആയി. അതില് ഇത് 10 മീറ്ററിന്റെ ഒരെണ്ണം, ഇത് 10 മീറ്ററിന്റെ ഒരെണ്ണം. അപ്പൊ രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇനി ഇത് 10 സെക്കൻഡ്, ഇത് കവർ ചെയ്യാൻ 10 സെക്കൻഡ്. ഇത് രണ്ടും കവർ ചെയ്യാൻ 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ഇത് കവർ ചെയ്യാൻ 10 സെക്കൻഡ്, ഇത് കവർ ചെയ്യാൻ 10 സെക്കൻഡ്. അപ്പൊ ഇത് 10 സെക്കൻഡിന്റെ ഇന്റർവെല്ലാണ്, ഇതും 10 സെക്കൻഡിന്റെ ഒരു ഇന്റർവെല്ലാണ്. അപ്പോ 10 സെക്കൻഡിന്റെ ഇന്റർവെല്ലിൽ 10 മീറ്റർ കവർ ചെയ്തു ഫസ്റ്റത്തെ ഒബ്ജക്ട് അല്ലെ. ഫസ്റ്റ് ഇന്റർവെല്ലിൽ എന്ത് ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. രണ്ടാമത്തെ 10 സെക്കൻഡ് ഇന്റർവെല്ലിൽ എത്ര മീറ്റർ കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എന്തെന്ന് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ വഴി പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ സ്പീഡ് മാറണില്ല. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായിരിക്കും? യൂണിഫോം സ്പീഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? യൂണിഫോം സ്പീഡ് ഇട്ടാ. ഇനി കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയും. അങ്ങോട്ട് ഇങ്ങോട്ട് ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പൊ ഞാൻ ഈ പെന്നും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അപ്പൊ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പെന്നുമ്മ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയാ. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ഒബ്ജക്ട് കംസ് ഇൻ ടു കോണ്ടാക്ട് വിച്ച് ഇതർ. അതായത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അവർ തമ്മിലും കോണ്ടാക്ട് ഉണ്ട്. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? അതായത് തൊട്ടിട്ടുണ്ടെങ്കിൽ
അവര് തമ്മിൽ എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി തൊടാണ്ട് എങ്ങനെ ഫോഴ്സ് കൊടുക്കുക എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. തൊടാണ്ട് കൊടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ എന്ന് പറയും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് പറയാ. ദ ഫോഴ്സ് എഫക്റ്റഡ് വെൻ ദർ ഈസ് നോൺ കോണ്ടാക്ട്. അതായത് നോ കോണ്ടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഗ്രാവിറ്റി അല്ലെ, ന്യൂട്ടന്റെ തല്ലിൽ ആപ്പിൾ വീണ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഈ ആപ്പിൾ വീകുമ്പോ ആപ്പിളിനെ താഴത്തോട്ട് ഒരു ഫോഴ്സ് കൊടുത്താണ് താഴത്തോട്ട് വലിക്കുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ടാണ് ആപ്പിളിനെ താഴത്തോട്ട് വലിക്കുന്നത് ആണല്ലോ. ആ ഫോഴ്സ് ആപ്പിളിനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഫോഴ്സിനെ നമ്മൾ എന്ന് പറയും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാന്തം പണ്ട് കളിക്കുമ്പോ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, കാന്തം ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കാറുണ്ട്. ആ രണ്ട് കാന്തങ്ങളും തൊട്ടിട്ടുണ്ടാ? ഇല്ല. മാഗ്നറ്റിക് ഫോഴ്സും എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. അവരുടെ തൊട്ടിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ്, തൊട്ടിട്ടില്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഇപ്പോ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മേലെ, അതായത് ഇത് നമ്മുടെ സർഫസ് ആണെന്ന് വിചാരിക്കുക, അതായത് ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ടേബിളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ടേബിൾ ആണ്. ടേബിളിന്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബുക്ക് വെച്ചിട്ടുണ്ട്. ആ രണ്ടിന്റെയും സർഫസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ടേബിളും ബുക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർഫസ് ആണ് ഇരിക്കുന്നത്. അപ്പോ ഇവർ രണ്ടുപേരും അങ്ങോട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്യാണ്ടാണ് വരച്ചേക്കുന്നത്. ടേബിളിന്റെ മേലെ ബുക്ക് വെക്കുമ്പോൾ അവരെന്താണ് ടച്ച് ചെയ്തിട്ടുണ്ടാവൂല. ഇനി ഇവർ രണ്ടുപേരും അങ്ങോട്ട് നീക്കുമ്പോ, അതായത് ബുക്കിനെ ഞാൻ ഈ ടേബിൾ അങ്ങോട്ട് നീക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെ നീക്കുമ്പോ എന്ത് സംഭവിക്കും? ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ബുക്ക് അങ്ങോട്ടാണ് നീങ്ങണേന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഈ രണ്ട് സർഫസിന്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവും. ഓക്കെ, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവും. ആ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ രണ്ട് സർഫസ് കോണ്ടാക്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അവരെ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കാണ്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആണ്. എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, സിമ്പിൾ ആണ്. രണ്ട് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കും, അവരെ നടുക്കൊരു ഫോഴ്സ് അവർ മൂവ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നോക്കിയേ. when a surface moves or tries to മൂവ് ചെയ്യാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ എവിടെയാണ്, ഓവർ അനദർ സർഫസ്. അതായത് ഒരു സർഫസ് അടുത്ത സർഫസിന്റെ മേലേൽ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരലൽ എന്താണ്, ഇങ്ങനെ ആയിരിക്കും വരാം. ഇങ്ങനെ വരകൾ എന്ന് പറയാ പാരൽ എന്ന് പറയാ കേട്ടാ. ഇങ്ങനത്തെ വരകളാണ് പാരൽ എന്ന് പറയാ. അപ്പൊ ഒരു പാരൽ ആയിട്ട് ഒരു ഫോഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എവിടെയാണ്, ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർഫസിന്റെ ഇടയിൽ. അതല്ല നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. അവരെ രണ്ടുപേരും ഇടയിൽ എന്തായിട്ടുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക, എഗെയിൻസ്റ്റ് ദെയർ റിലേറ്റീവ് മോഷൻ. അവരെ മോഷൻ അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ഇപ്പുറത്തെ സൈഡിലോട്ട്. ഓക്കെ, ഈ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരാശടി പറയാം, ഒരു സർഫസ് അടുത്ത സർഫസിന്റെ മേലെ മൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പാരലൽ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക, അവരെ നടുക്കായിരിക്കും. ഒപ്പം അവരെങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എന്തായാലും പഠിച്ചിരിക്കണം. 2 മാർക്കിന് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും പഠിക്കാട്ടോ. ഇനി അടുത്തത് ways to reduce friction. എങ്ങനെയാണ് ഫ്രിക്ഷൻ കുറയ്ക്കാൻ? എങ്ങനെ? ലൂബ്രിക്കന്റ് ആഡ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്നാൽ 2 മെത്തേഡാണ് ഇതിനുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ലൂബ്രിക്കന്റ് ആഡ് ചെയ്യലാണ്. അപ്പൊ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലൂബ്രിക്കന്റ് എന്ന് പറയുക. ഇപ്പൊ ടൈലുമ്മ നമുക്ക് നടക്കാൻ പറ്റുന്നത് ഫ്രിക്ഷന്റെ ഒരു ഉപകാരമാണ്. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ടൈലുമ്മ നടക്കാൻ പറ്റുക. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇതിൽ സോപ്പ് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകും. അതിന്റെ അർത്ഥം ഫ്രിക്ഷൻ അവിടെ കുറഞ്ഞു. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നടക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ അവിടെ സോപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ഫ്രിക്ഷൻ എന്താവും, കുറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ ഒരു ലൂബ്രിക്കന്റ് ആണ് ആഡ് ചെയ്തത്. ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനവും എന്താണ്, ലൂബ്രിക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അത് പഠിച്ചു വെച്ചോ. ലൂബ്രിക്കന്റ് ഇടയിലാണ് ആദ്യത്തെ മെത്തേഡ്. അതിലെന്താണ്, എല്ലാ സാധനങ്ങളും ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എന്ന് പറയും ലൂബ്രിക്കന്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കന്റ് ആണ്. 1 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സോളിഡ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കന്റ് ആണ് ഗ്രാഫൈറ്റ്. ഓക്കെ, എന്താണ്
ഗ്രാഫൈറ്റ് ആണ് ട്ടോ. സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കന്റ് ഗ്രാഫൈറ്റ്. ഇനി അടുത്ത ഫ്രിക്ഷൻ കുറക്കാനുള്ള മെത്തേഡാണ് സ്ട്രീം ലൈനിങ്. നിങ്ങൾക്ക് അറിയാം ഈ വിമാനവും കപ്പലൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണുള്ളത് അല്ലെ. ആ വിമാനത്തിന്റെ ഷേപ്പ് നമുക്കറിയാം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്. കപ്പലിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു മൊന പോലത്താണ്. എന്തിനാണ്? ഇത്ര സ്പീഡിൽ പോകുമ്പോ എയർ ഇവിടുന്ന് വരും അല്ലെ, എയർ ഇവിടുന്ന് വരും. അപ്പൊ ഇത്ര സ്പീഡിൽ പോകുമ്പോ എയറും ഇതും രണ്ട് സർഫസ് ആയിട്ട് ഇങ്ങനെ ഒരഞ്ഞ് ലാസ്റ്റ് എന്താവും, ഇവിടെ ചൂടാവും അല്ലെ, ഭയങ്കരമായിട്ട് ചൂടാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കണം നമുക്ക്. അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വിമാനം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഷേപ്പ് ആയിട്ട് ഡിസൈൻ ചെയ്തു. എല്ലാ കപ്പലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ ഷേപ്പ് ചെയ്തു. അങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റിനെ ഷേപ്പ് ചെയ്യണേന് നമ്മൾ എന്താ പറയാ, സ്ട്രീം ലൈനിങ്. അതാണ് സ്ട്രീം ലൈനിങ്. മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. ഷേപ്പ് ചേഞ്ച് ചെയ്തതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കണ മെത്തേഡ് നമ്മൾ എന്തെന്ന് പറയും, സ്ട്രീം ലൈനിങ് എന്ന് പറയും. അപ്പൊ രണ്ട് വേസ് ആണ് എന്ത് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട്. ഒന്നാമത്തത് എന്താണ്, ലൂബ്രിക്കന്റ് ആഡ് ചെയ്യുക. രണ്ടാമത്തത് സ്ട്രീം ലൈനിങ്. ഓക്കെ, സ്ട്രീം ലൈനിങ് ആണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.